Hi all, welcome to one's KTU question paper solution program. So, we will look at the question paper the logic circuit design la 4th module and the subject code is ECT 203. The question paper is 2021 question paper and scheme is 2019 scheme. As you all know, the exam duration it is 3 hours and total marks is out of 100. So, we will look at the 4th module. So, 4th module syllabus just familiarize. Okay, main the sequential logic circuits are the 4th module cover. And flip flops and down, registers and down, counters and down, conversions and down. Okay, so flip flops is SR flip flop, JK flip flop, master slave. Then conversion of flip flops conversions then relate to excitation table, characteristic equations, then ripple and synchronous counters, ring counters and Johnson counters and then registers, shift registers, Sippo, Pippo, registers and last mod and counters then modeling all these topics using Verilog codes use ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന flip flops and counters എല്ലാം മോഡലിംഗും ഉണ്ടാവും ഈ 4th module എന്ന് പറയുന്നതിൽ. ഓക്കേ, സോ നമുക്ക് questions നോക്കാം. സോ പാർട്ട് എയിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാർട്ട് എ നമുക്കറിയാം 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? പാർട്ട് എയിൽ ഉണ്ടാവുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സോ 4th module നിന്ന് പാർട്ട് എയിൽ ചോദിച്ചിരിക്കുന്നത് convert JK flip flop to T flip flop. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് JK flip flop to T flip flop. അപ്പോൾ കൺവേർഷന്റെ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് again write a Verilog code for implementing D flip flop. So D flip flopനെ Verilog കോഡിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ് 8th ക്വസ്റ്റ്യൻ. സോ ഇത് രണ്ടും 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് നമുക്ക് JK to T flip flop എങ്ങനെയാ കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇപ്പൊ കൺവേർട്ട് ചെയ്യേണ്ടത് നമുക്ക് ഏതിലേക്കാ പോകേണ്ടത്? JK to T flip flop ആ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് വേണ്ടത് T flip flop ആയതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് യു ഷുഡ് നോ ദ ട്രൂത്ത് ടേബിൾ ഓഫ് T flip flop. ട്രൂത്ത് ടേബിൾ ഓഫ് T flip flop. അതേപോലെ ഏതിൽ നിന്നാണ് കൺവേർട്ട് ചെയ്യുന്നത് അതിന്റെ എക്സൈറ്റേഷൻ ടേബിളും യു ഷുഡ് നോ. അപ്പൊ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? JK നെയാണ് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. സോ JK യുടെ എക്സൈറ്റേഷൻ ടേബിളും യൂസ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ട്രൂത്ത് ടേബിൾ ഓഫ് T flip flop. സോ ട്രൂത്ത് ടേബിൾ ഓഫ് T flip flop എന്ന് പറയുന്നത് എന്താണ്? T എന്നത് ഇൻപുട്ട് എടുത്തിട്ടുണ്ട്. ദിസ് ഇസ് യുവർ പ്രസന്റ് സ്റ്റേറ്റ് ആൻഡ് ദിസ് ഇസ് യുവർ നെക്സ്റ്റ് സ്റ്റേറ്റ്. അപ്പോൾ T 0 ആവുന്ന കേസിൽ QN 0 ആസ് വെൽ ആസ് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നതും 0 ആണ്. T 0 ആവുന്ന നെക്സ്റ്റ് 0 തന്നെ QN 1 ആവുന്ന കേസിൽ QN plus 1 is also same. Then T 1 ആവുന്ന കേസിൽ 0യും 1ഉം ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൽ QN plus 1 അതായത് നെക്സ്റ്റ് സ്റ്റേറ്റിൽ പോകുമ്പോഴത്തേക്കും 1ഉം 0 ആയിരിക്കും വരുന്നത്. സോ ദിസ് വൺ ഈസ് ദ ട്രൂത്ത് ടേബിൾ ഓഫ് T flip flop. അതേപോലെ എക്സൈറ്റേഷൻ ടേബിൾ വേണം. JKയുടെ എക്സൈറ്റേഷൻ ടേബിൾ. അപ്പോൾ JKയുടെ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് JKയുടെ എക്സൈറ്റേഷൻ ടേബിൾ ആണ്. ഓക്കെ, സോ ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതാണ് ഈ ജെയിന്റെയും കെയിന്റെയും എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, സോ അതിന് നമുക്ക് K മാപ്പ് യൂസ് ചെയ്യാം. അപ്പൊ K മാപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വേരിയബിൾസ് എന്ന് പറയുന്നത് T ആൻഡ് QN. ടിയും QNും കൺസിഡർ ചെയ്യുന്ന രണ്ട് വേരിയബിൾ ഉള്ള K മാപ്പ് വരയ്ക്കുക. സോ അതിൽ നിന്ന് നമുക്ക് ജെയിന്റെയും ടിന്റെയും ഇക്വേഷൻസ് അതായത് ബൂളിയൻ എക്സ്പ്രഷൻ സോൾവ് ചെയ്യാം. സോ അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് എന്താണ്? J equal to T as well as K equal to T എന്നാണ് വരുന്നത്. സോ Jയും Kയും Tയും ആണെങ്കിൽ Jയും Kയും T ആണെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കാം. സോ നമുക്കറിയാം J ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? ബേസിക് ബ്ലോക്ക് ഡയഗ്രാം പോലെ വരയ്ക്കുകയാണെങ്കിൽ Jയും Kയും ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ Jയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഏതാണ്? T. അതേപോലെ കെയിലേക്കും നമ്മൾ T തന്നെയായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫൈനൽ റിസൾട്ട്. അതായത് നമുക്ക് കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പൊ JK ആയിരുന്നു നമുക്ക് ഇൻപുട്സ് ഉണ്ടായിരുന്നത്, Jയും Kയും ആയിരുന്നു. ആ JKനെ നമ്മൾ ഇനി Tയുടെ ടേംസിലേക്ക് മാറ്റി. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് JK to
ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പൊ അതേപോലെ JK to T ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ല, JK to D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നോ അല്ലെങ്കിൽ SR to JK എന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ അത് ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം ഏതാണോ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് അതിന്റെ ട്രൂത്ത് ടേബിൾ അറിഞ്ഞിരിക്കണം. അതേപോലെ കൺവേർട്ട് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ അറിയാം. അത് യൂസ് ചെയ്ത് നമ്മൾ K മാപ്പ് വരയ്ക്കുക. അതിൽ നിന്ന് നമുക്ക് ബൂളിയൻ എക്സ്പ്രഷൻ കിട്ടും. അതായത് ജെയും കെയും ഇനി എന്ത് വാല്യൂ ആണ് ജെയും കെയിലേക്കും കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഇൻ ടേംസ് ഓഫ് ദ റിക്വയർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് കിട്ടും. സോ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇത് വരയ്ക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? വെരിലോഗ് കോഡ് ഫോർ ഇംപ്ലിമെന്റിംഗ് D ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പൊ ചോദിച്ചിരിക്കുന്നത് D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ D ഫ്ലിപ്പ് ഫ്ലോപ്പ്. D ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ വെരിലോഗ് കോഡാണ് അറിയേണ്ടത്. സോ D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻപുട്ടിൽ കൊടുക്കുന്നത് D ആണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q ഉണ്ട്, പിന്നെ അത് വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ക്ലോക്ക് ആണ്. ഈ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ചില കേസിൽ നമുക്ക് റീസെറ്റ് എന്ന് പറയുന്ന ഒരു പിന്നും കൂടി കൺസിഡർ ചെയ്യാം അല്ലെ. സോ ഞാൻ ഇപ്പോ പറയുന്ന കോഡിൽ റീസെറ്റ് എന്നുള്ള പിന്ന് കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ 3 പിൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ, ഇൻപുട്ട് പിൻ, ഔട്ട്പുട്ട് പിൻ ആൻഡ് ക്ലോക്ക്. ഓക്കെ, നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ലോക്ക് ഇസ് മസ്റ്റ്. സോ 2 ഇൻപുട്സും ഒരു ഔട്ട്പുട്ടും ആണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ മോഡൽ വെരിലോഗ് കോഡ് എഴുതുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ എഴുതാം? സോ മൊഡ്യൂൾ ഞാൻ കൊടുക്കുന്ന നെയിം ആണ് D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നതിന്റെ D_FF. ദെൻ അതിന്റെ ഇൻപുട്സ് എന്ന് പറയുന്നത് ഏതാണ്? D, ക്ലോക്ക് ആൻഡ് Q ഇസ് ദ ഔട്ട്പുട്ട്. ഓക്കെ, ദെൻ സോ ഏതൊക്കെയാണ് ഇൻപുട്ടും ഏതൊക്കെയാണ് ഔട്ട്പുട്ട് എന്നും മെൻഷൻ ചെയ്ത് എഴുതുക. സോ ഇൻപുട്ട് ഇസ് ഇൻപുട്ട് D, ക്ലോക്ക്, ഔട്ട്പുട്ട് Q ആൻഡ് ഇവിടെ മുതലാണ് നമ്മുടെ മെയിൻ പാർട്ട് ഓഫ് ദി പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ എപ്പോഴൊക്കെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്? ഞാനിപ്പോ കൊടുക്കുന്നതെന്ന് പറയുന്നത് ക്ലോക്ക് പോസിറ്റീവ് എഡ്ജിൽ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്ലോക്ക് ആണെങ്കിൽ അല്ലെ. അപ്പൊ ഞാൻ ബബിൾ ചെയ്താൽ കൊടുത്തിരുന്നെങ്കിൽ ദാറ്റ് യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് വിൽ വർക്ക് അണ്ടർ നെഗറ്റീവ് ലോ, അതായത് ഫോളിങ് എഡ്ജിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പറയായിരുന്നു. ഞാനിവിടെ ഇൻവേർട്ട് ചെയ്ത് കൊടുത്താൽ, പക്ഷെ ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് പോസിറ്റീവ് എഡ്ജിൽ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്ലോക്ക് ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ പോസ് എഡ്ജ് ഓഫ് ക്ലോക്ക് എന്ന് കൊടുത്തത്. സോ ഓൾവേസ് അറ്റ് പോസ് എഡ്ജ് ഓഫ് ക്ലോക്കിൽ ആണെങ്കിൽ, പോസിറ്റീവ് എഡ്ജ് ഓഫ് ക്ലോക്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഡയറക്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോഴത്തേക്കും Q എന്ന് പറയുന്നത് റിസൾട്ട് Q ആവും. അതായത് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്ന D എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. സോ വെനെവർ ദ ക്ലോക്ക് ഇസ് അറ്റ് പോസിറ്റീവ് എഡ്ജ് നമുക്ക് എന്ത് പറയാം? Qയിലേക്ക് D എന്ന് പറയുന്നത് D, അതായത് ഇൻപുട്ടിലുള്ള D ഡയറക്റ്റ് Qയിലേക്ക് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഈ ഓപ്പറേറ്റർ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതേപോലെ ഡബിൾ ഈക്വൽ ആണെങ്കിൽ ഇക്വാലിറ്റി ആണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ എൻഡ് ആൻഡ് എൻഡ് മൊഡ്യൂൾ. സോ ദിസ് ഇസ് ദ ഏറ്റവും ബേസിക് ആയിട്ടുള്ള D ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രോഗ്രാമിംഗ് പാർട്ട് ഇതാണ്. സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വെരിലോഗ് കോഡ് ഫോർ ഇംപ്ലിമെന്റിംഗ് D ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസിഡർ ദ കേസ് ഓഫ് റീസെറ്റിന്റെ കേസും കൂടി കൺസിഡർ ചെയ്യണം എന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ റീസെറ്റിന്റെ ഇതും കൂടി കൺസിഡർ ചെയ്യണം, റീസെറ്റ് എന്ന് പറയുന്ന ഇൻപുട്ടും കൂടി കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മുടെ എന്താ വ്യത്യാസം വരിക? നമ്മുടെ പ്രോഗ്രാം പാർട്ടിൽ ഇവിടെ നമ്മൾ യു ഷുഡ് കൺസിഡർ ദ കേസ് ഓഫ്, ഇവിടെ ആയിരിക്കും ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ കൺസിഡർ ദ കേസ് ഓഫ് റീസെറ്റ് ഓൾസോ. സോ അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് റീസെറ്റ് എന്ന് പറയുന്നതും കൂടി ഞാൻ നമ്മുടെ പോർട്ട് ലിസ്റ്റിലേക്ക് വരും. ഇൻപുട്ടിൽ റീസെറ്റ് മെൻഷൻ ചെയ്യുക. ദെൻ ബാക്കിയുള്ളതെല്ലാം അതേപോലെ തന്നെ ആയിരിക്കും. ഓൾവേസ് അറ്റ് പോസ് എഡ്ജ് ഓഫ് ക്ലോക്ക് ബിഗിൻ ചെയ്യുക. അപ്പൊ റീസെറ്റ് എന്നുള്ള ഇൻപുട്ടും കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ സപ്പോസ് യുവർ റീസെറ്റ് ഇസ് 1, റീസെറ്റ് 1 ആവുന്ന കേസിൽ എന്ത് വരും? റീസെറ്റ് 1 ആയാലും നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ചെയ്യല്ലേ. അപ്പൊ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0. അപ്പൊ Q വിൽ ബി ഈക്വൽ ടു 1 bit 0. അല്ലാത്ത കേസസിൽ എന്താണ്? അല്ലാത്ത കേസ് എന്ന് പറഞ്ഞാൽ വെനെവർ ദ ക്ലോക്ക് പോസിറ്റീവ് എഡ്ജിലേക്ക് പോകുമ്പോൾ നമുക്ക് പാസ് ചെയ്ത് കിട്ടണം. നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യണം. അതായത് Q ഇസ് ഈക്വൽ ടു D. സോ അതാണ് നമ്മുടെ അതായത് ബേസിക് ആയിട്ട് ആ ഡിഫറൻസ് വരുന്ന അതിലാണ്. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ റീസെറ്റ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം എഴുതിയാൽ മതി. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റീസെറ്റ് എന്നല്ലെങ്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഷുഡ് കൺസിഡർ ദാറ്റ് നെക്സ്റ്റ് പ്രോഗ്രാം, അതായത് രണ്ടാമത് പറഞ്ഞ പ്രോഗ്രാം ആയിരിക്കും നിങ്ങൾക്ക് എഴുതേണ്ടത്. ഓക്കെ, സോ മൂവിങ് ടു പാർട്ട് ബി. പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? പാർട്ട് ബിയിൽ 14 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും.
സോ അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എയും ബിയും ഉണ്ട്. 17th ക്വസ്റ്റിനും എയും ബിയും ഉണ്ട്, 18th ക്വസ്റ്റിനും എയും ബിയും ഉണ്ട്. സോ എ പാർട്ട് 17th ക്വസ്റ്റിന്റെ എ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പ്ലെയിൻ ദ ഓപ്പറേഷൻ ഓഫ് എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് NAND ഗേറ്റ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഓപ്പറേഷൻ ഓഫ് എ 4-bit ജോൺസൺ കൗണ്ടർ വിത്ത് ട്രൂത്ത് ടേബിൾ ആൻഡ് വേവ് ഫോംസ്. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഓപ്പറേഷൻ ചോദിച്ചിട്ടുണ്ട് എ പാർട്ടിൽ. ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഒരു കൗണ്ടറിന്റെ ആണ്, കൗണ്ടറിന്റെ ഓപ്പറേഷൻ ആണ്. അപ്പൊ ആദ്യം ചോദിച്ചിരിക്കുന്നതിൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് NAND ഗേറ്റ്. അപ്പോൾ ഇത് NAND ഗേറ്റ് മാത്രം യൂസ് ചെയ്തിട്ടല്ല ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് NOR ഗേറ്റും കൂടി യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് NAND ഗേറ്റ് വെച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആണ്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൗണ്ടർ ആണ്. സോ കൗണ്ടറിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം? ട്രൂത്ത് ടേബിളും വേവ് ഫോംസും കൂടി വരച്ചാൽ മാത്രമാണ്. ഇപ്പൊ ഈവൻ ഇഫ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും കൗണ്ടറിന്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ നമ്മൾ ട്രൂത്ത് ടേബിളും വേവ് ഫോം കൂടി എഴുതിയാലായിരിക്കും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസൈനർ മോഡ് 6 സിങ്ക്രണസ് അപ്പ് കൗണ്ടർ യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ PSO ഷിഫ്റ്റ് രജിസ്റ്റർ യൂസിങ് ലോഡ് ആൻഡ് ഷിഫ്റ്റ്. അപ്പോൾ 18th വണ്ണിന്റെ എ പാർട്ട് എന്ന് പറയുന്ന ഒരു സിങ്ക്രണസ് അപ്പ് കൗണ്ടർ ആണ്. ഓക്കെ, മോഡ് 6 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസൈനിങ് പാർട്ടിൽ ശ്രദ്ധിക്കണം. മോഡ് 6 എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെ വരെ ആയിരിക്കും മാക്സിമം പോസിബിൾ സ്റ്റേറ്റ്സ്? അത് കൗണ്ട് ചെയ്ത് വരുന്നത് 000 to 101 വരെ ആയിരിക്കും കൗണ്ട് ചെയ്യുന്ന. 2 സ്റ്റേറ്റ്സ് ഇൻവാലിഡ് ആയിരിക്കും നമ്മുടെ കൗണ്ടറിൽ. അപ്പൊ അത് നോക്കിയിട്ട് വേണം ഇത് ഡിസൈൻ ചെയ്യാനായിട്ട്. സിങ്ക്രണസ് കൗണ്ടർ ആണ് ആൻഡ് യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്സ്. അപ്പോൾ നിങ്ങൾക്ക് മേ ബി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായത് കമ്മിങ് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ പോകുന്നത് മെയിൻ ഈ ക്വസ്റ്റ്യൻ തന്നെ ആവാം, പക്ഷെ മേ ബി ബേസ്ഡ് ഓൺ അനദർ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതായത് ഇപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെ ആവണമെന്നില്ല, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? PSO. PSO is a shift register. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? നമുക്ക് സീരിയൽ ഇൻ, സീരിയൽ ഔട്ട്, സീരിയൽ ഇൻ, പാരലൽ ഔട്ട്, പാരലൽ ഇൻ, സീരിയൽ ഔട്ട് ആൻഡ് പാരലൽ ഇൻ, പാരലൽ ഔട്ട്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന 21ൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് PSO ആണ് ആൻഡ് യൂസിങ് ലോഡ് ആൻഡ് ഷിഫ്റ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഈ PSO എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ ഷിഫ്റ്റ് രജിസ്റ്റർ വർക്ക് ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസ്, 2 മോഡ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. ദാറ്റ് ഇസ് ലോഡ് ആൻഡ് ഷിഫ്റ്റ്. സോ അത് ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ് നിങ്ങളോട് ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് 1 by 1 നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ വർക്കിംഗ് ആണ് യൂസിങ് NAND ഗേറ്റ്. ഓക്കെ, സോ ഇത് അതിന്റെ ബേസിക് എക്സ്പ്ലനേഷൻ ആണ്. അതായത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രീവിയസ് ഔട്ട്പുട്ട് ആസ് വെൽ ആസ് ദ പ്രസന്റ് ഇൻപുട്ടിനെ പ്രീവിയസ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഈ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിന്റെ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അത് തന്നെ പറഞ്ഞിരിക്കുന്നത് the output is dependent not only on the current input but also on the previous state. So there are 2 inputs in JK flip flop, set and reset. Okay, so JK flip flops in there and input parts എന്ന് പറയുന്നത് set reset ആണ് and that is denoted by J and K and output എന്ന് പറയുന്നതും 2 outputs ഉണ്ട്. One is Q and the other one is Q bar. അതായത് നമ്മുടെ ഔട്ട്പുട്ട് ഒരെണ്ണത്തിന്റെ കോംപ്ലിമെന്റഡ് ഫോം ആയിരിക്കും the other output. Okay, പിന്നെ the internal circuitry of JK flip flop consists of a combination of logic gates, usually NAND gates. NAND gates മാത്രമല്ല NOR gate വെച്ചും it is possible. So NAND gate വെച്ചിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. Okay, so this is a JK flip flop. JK flip flop Jയും Kയും എന്ന് പറയുന്ന 2 ഇൻപുട്സും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q and Q bar. പിന്നെ ഉള്ളത് അത് വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ക്ലോക്ക് ആണ്. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് പോസിറ്റീവ് എഡ്ജുള്ള ക്ലോക്ക് ആണ് കൺസിഡർ ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾ നെഗറ്റീവ് എഡ്ജ് ആണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇവിടെ എന്ന് പറയുന്നതിൽ ഒരു ബബിള് വരും. സോ ബബിള് വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ഫോളിംഗ് എഡ്ജിലുള്ള ക്ലോക്ക് ആയിരിക്കും സിംബിളൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ വർക്കിംഗ് ആണ്. സോ JKയിലേക്ക് പോകുന്നതിന് മുമ്പ് ആക്ച്വലി അത് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ കാണിച്ചിട്ടാണ് നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് എത്തുന്നത്. സോ ഇതാണ് നമ്മുടെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ക്ലോക്ക്ഡ് ആയിട്ടുള്ള SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇത് ബേസിക് ആയിട്ടുള്ള
SR ലാച്ച് ആണ്. സോ അതിലേക്ക് നമ്മൾ ഗേറ്റ് കൊടുത്ത് ക്ലോക്ക് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ഇതിൽ എന്ത് മോഡിഫിക്കേഷൻ വരുത്തിയാലാണ് നമുക്ക് JK ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് എത്താൻ പറ്റുന്നത്? ദ മോഡിഫിക്കേഷൻ ദ ഇൻപുട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇനി Jയും Kയും ആയിരിക്കും. അതേപോലെ നമ്മുടെ Q ബാർ എന്നുള്ളത് ജെയിലേക്ക് കണക്ട് ചെയ്യുക, അതായത് നമ്മുടെ ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഒരു കണക്ഷനും കൂടി പാസ് ചെയ്യേണ്ടി വരും. സോ ജെയിൽ എന്ന് പറയുന്നതിന് നമുക്ക് ക്യൂ ബാറിൽ നിന്ന് ജെയിലേക്ക് ജെ പിന്നിലേക്ക് പോകുന്ന ആ നാൻഡ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്യണം. അതേപോലെ ക്യൂ എന്ന് നമ്മൾ K എന്ന് പറയുന്ന ഇൻപുട്ട് പോകുന്ന ഈ നാൻഡ് ഗേറ്റിലേക്കും കണക്ട് ചെയ്യേണ്ടി വരും. സോ ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ഫൈനൽ ഡയഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, J ഉണ്ട്, K ഉണ്ട്, അതേപോലെ ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ക്യൂ ബാർ നമ്മൾ J കണക്ട് ചെയ്യുന്ന നാൻഡ് ഗേറ്റിലേക്കും Q എന്ന് പറയുന്നത് K കണക്ട് ചെയ്യുന്ന നാൻഡ് ഗേറ്റിലേക്കും നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതായത് നമ്മുടെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രീവിയസ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. സോ പ്രീവിയസ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന്റെ റീസൺ ഇതാണ്, നമ്മളിത് ഫീഡ്ബാക്ക് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, സോ ഇനി ഇതിന്റെ വർക്കിംഗ് നോക്കാനായിട്ട് നമുക്കറിയാം ഏതാണ് ഇതിന്റെ വർക്കിംഗ്. നമ്മൾ നാൻഡ് ഗേറ്റിന്റെ ബേസിക് സർക്യൂട്ട് വരച്ചു. നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ അറിഞ്ഞിരിക്കും. സോ നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് whenever the both inputs are high, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സപ്പോസ് എനി ഓഫ് ദ ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ഹൈ. സോ ദിസ് ഇസ് ദ ട്രൂത്ത് ടേബിൾ ഫോർ നാൻഡ് ഗേറ്റ്. ഓക്കെ, ഇനി ഇതിന്റെ ഇത് വെച്ചിട്ടായിരിക്കും നമ്മുടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ വർക്കിംഗ് പറയുന്നത്. സപ്പോസ് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജ് കൺസിഡർ ചെയ്യുന്നത് Jയും Kയും ഇൻപുട്ട് 0 ആക്കിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. J ഈക്വൽ ടു 0, അതേപോലെ K ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. ആൻഡ് ഇനിഷ്യലി നമ്മൾ എല്ലാ കേസ്, അതായത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള 2 ഇൻപുട്സ് ആണെങ്കിൽ പോസിബിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 0 0 0 1 1 0 1 1. ആ കേസ് 4 നമ്മൾ കൺസിഡർ ചെയ്യാം ഫോർ ബോത്ത് കേസസ്. ലൈക്ക് നമ്മുടെ അതായത് Q എന്ന് പറയുന്ന ഔട്ട്പുട്ടിൽ എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ 0 ആയിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും 1 ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഡിസൈനിങ് പാർട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ബോത്ത് സ്റ്റേറ്റ്സും കൺസിഡർ ചെയ്യണം, അതായത് 0യും 1ഉം. അപ്പോൾ Jയും Kയും 0 ആയിരിക്കുന്ന കേസിൽ ബോത്ത് 0 and 1 നമ്മൾ കൺസിഡർ ചെയ്യണം. ഔട്ട്പുട്ട് സൈഡിൽ 0യും 1ഉം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിന്റെ ട്രൂത്ത് ടേബിൾ ഡിസൈൻ ചെയ്യാനായിട്ട്, ഏത് JKയുടെ ട്രൂത്ത് ടേബിൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. J ഈക്വൽ ടു 0, K ഈക്വൽ ടു 0 എന്ന് ഞാൻ കൊടുക്കുകയാണ്. അസ്യൂമിങ് ഇനീഷ്യൽ സ്റ്റേജ് രണ്ടും 0 ആണ്. അതേപോലെ Q എന്ന് പറയുന്നത് 0 ആണ് ഞാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. Q എന്ന് പറയുന്നത് 0. സോ ഓട്ടോമാറ്റിക്കലി Q ബാർ എന്ന് പറയുന്നത് എന്താ? Q ബാർ വിൽ ബി 1. ഓക്കെ, ഞാൻ ഇൻവേർട്ട് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. Jയിൽ കണക്ട് ചെയ്യുന്ന നാൻഡ് ഗേറ്റിലേക്ക് Q ബാർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ K കണക്ട് ചെയ്യുന്ന നാൻഡ് ഗേറ്റിലേക്ക് Qവും കണക്ട് ചെയ്തിട്ടുണ്ട്. സോ Q എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് 0, Q ബാർ എന്ന് പറയുന്നത് 1 ആണ് കൊടുക്കുന്നത്. സോ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പൊ എനി ഓഫ് ദ ഇൻപുട്ട്, ഈ നാൻഡ് ഗേറ്റിന്റെ എനി ഇൻപുട്ട് 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹൈ. അതേപോലെ താഴത്തെ നാൻഡ് ഗേറ്റ്, സെക്കൻഡ് നാൻഡ് ഗേറ്റ്, ദിസ് ഇസ് യുവർ ഫസ്റ്റ് നാൻഡ് ഗേറ്റ്, സെക്കൻഡ് നാൻഡ് ഗേറ്റ്, തേർഡ് നാൻഡ് ഗേറ്റ് ആൻഡ് ഫോർത്ത് നാൻഡ് ഗേറ്റ്. ഓക്കെ, അതേപോലെ K 0 ആണ്, Qയും 0. അപ്പൊ ഇനി ഇൻപുട്ട് 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഉണ്ട്, Q എന്ന് പറയുന്നത് 0 ആണ്. സോ അഗെയിൻ ഈ നാൻഡ് ഗേറ്റ്, ഫോർത്ത് നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ 1. സോ അത് ഫീഡ്ബാക്ക് ചെയ്ത് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. സോ 1 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 1 വരുന്ന കേസിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ അതല്ലേ നമുക്ക് കിട്ടിയത്. 0 കൊടുത്ത കേസിൽ Jയും Kയും എന്ന് പറയുന്നത് 0 0 ആണെങ്കിൽ ദ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ യു വിൽ ഗെറ്റ് 0. ഓക്കെ, അത് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിലേക്ക് നമ്മൾ ഇനി 1 ആണ് കൊടുക്കുന്നത്. സപ്പോസ് നമ്മുടെ ഔട്ട്പുട്ടില് ഇനി 1 ആണെന്ന് വിചാരിക്കുക. 1 ആണെങ്കിൽ എന്തായിരിക്കും ഇതിലെ കേസ്? ഇതെന്ന് പറയുന്നത് 0. ഓക്കെ, സോ ദിസ് ഇസ് 1 and Q ബാർ എന്ന് പറയുന്നത് 0 ആണ്. Jയിലും Kയിലേക്കും കണക്ട് ചെയ്യുന്നതിൽ ചേഞ്ച് ഒന്നുമില്ല.
ജെയിലും കെയിലും നമ്മൾ 0 0 തന്നെയാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ 0 0 ആണെങ്കിൽ അഗെയിൻ എനി ഇൻപുട്ട് 0 ആണെങ്കിൽ എന്ത് പറ്റും? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 തന്നെയാണ്. അതേപോലെ അടുത്ത കേസിൽ എന്താണ്? എനി ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 തന്നെയാണ്. ആസ് വെൽ ആസ് ഇനി ഇവിടെ എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. സോ 1 1 വരുമ്പോഴത്തേക്കും ദിസ് ഇസ് 0. ആ 0 ഇങ്ങോട്ടേക്ക് പാസ് ചെയ്താൽ എന്ത് വരും? 1 0 ആണെങ്കിൽ ദിസ് വിൽ ബി 1. ഓക്കെ, സോ നമുക്ക് കിട്ടുന്നത് 1 ആണ്. ദാറ്റ് മീൻസ് ജെയും കെയും 0 0 എന്നുള്ള കേസിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരുന്നു? നമ്മുടെ ഔട്ട്പുട്ട് അത് തന്നെയായിരിക്കും നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലും വരുന്നത്. ദാറ്റ് മീൻസ് ആ കണ്ടീഷന്റെ പേരെന്ന് പറയുന്നത് നോ ചേഞ്ച് എന്നാണ്. ഓക്കെ, ജെയും കെയും 0 0 ആണെങ്കിൽ, ജെയിന്റെ ഇൻപുട്ട് 0 കെയിന്റെ ഇൻപുട്ട് 0 ആണെങ്കിൽ നമ്മൾ എന്തായിരുന്നോ പ്രീവിയസ് സ്റ്റേറ്റിൽ എന്തായിരുന്നോ അത് തന്നെയായിരിക്കും നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റിൽ. അപ്പൊ ഇതാണ്, ദിസ് ഇസ് യുവർ പ്രീവിയസ് സ്റ്റേറ്റ് ആണ് Q ഓഫ് T എന്ന് പറയുന്നത് സ്റ്റേറ്റ്. അതല്ല Q ഓഫ് T പ്ലസ് 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്. സോ പ്രീവിയസ് സ്റ്റേറ്റിൽ 0യും 1ഉം ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റിലും നമുക്ക് 0യും 1ഉം തന്നെയാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ആ സ്റ്റേറ്റിന്റെ പേര്, ആ കണ്ടീഷന്റെ പേരെന്ന് പറയുന്നത് നോ ചേഞ്ച് അല്ലെ. അതായത് പ്രീവിയസും നെക്സ്റ്റും ഈക്വൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ റിസൾട്ട്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കേസ്. ഇനിയുള്ളത് എന്താണ്? അടുത്ത കേസ് എന്ന് പറയുന്നത് 0യും 1ഉം ആണ് ഇൻപുട്സിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ജെയിന്റെ വാല്യൂ 0, അതേപോലെ കെയിന്റെ വാല്യൂ 1 വെച്ചിട്ടാണ് ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ രണ്ട് കണ്ടീഷൻസ് നോക്കണം. Q എന്ന് പറയുന്നത് 0യും Q എന്ന് പറയുന്നത് 1ഉം ആയിട്ടുള്ള രണ്ട് കേസസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്കത് നോക്കാം. Q ഇനിഷ്യലി നമുക്ക് Qന് നമുക്ക് 0 കൊടുക്കാം. Q ബാർ അപ്പോ 1 ആയിരിക്കും. ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആൻഡ് K is equal to 1. Okay, Q bar is 1. So ഇവിടെ again NAND ഗേറ്റിലെ ഏതെങ്കിലും ഇൻപുട്ട് 0 ആണെങ്കിൽ what will be the output? Output എന്ന് പറയുന്നത് it is 1. And what about this second NAND gate? സെക്കൻഡ് NAND ഗേറ്റിൽ എന്താ വരിക? സെക്കൻഡ് NAND ഗേറ്റിൽ നമുക്ക് കിട്ടുന്നത് 1 തന്നെയായിരിക്കും. Because one input is 0. Okay, what about the fourth NAND ഗേറ്റിൽ എന്താ വരിക? Q എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ any input 0 ആണെങ്കിൽ you will get output as 1. So ഈ 1 ഇവിടെ പാസ് ചെയ്താൽ തേർഡ് NAND ഗേറ്റിന് എന്തായിരിക്കും കിട്ടുന്നത്? തേർഡ് NAND ഗേറ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്തത്. 0 1 എന്നുള്ള കേസിൽ Q ഓഫ് T 0 ആണെങ്കിൽ ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതായത് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്, നെക്സ്റ്റ് സ്റ്റേറ്റിൽ നമുക്ക് കിട്ടുന്നതും 0 തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതാണ്? 1 കൊടുക്കുന്നത്. സോ Q is equal to 1. Q എന്ന് പറയുന്നത് 1 കൊടുത്തു. അപ്പൊ Q bar ഓട്ടോമാറ്റിക്കലി ഇറ്റ് is 0. സോ Q bar 0, Q is equal to 1. ഇവിടുത്തെ കേസ് എങ്ങനെയാണ്? ഓൾവേസ് റിമെമ്പർ ദാറ്റ് ക്ലോക്ക് പോസിറ്റീവ് കണ്ടീഷനിലാണെങ്കിൽ റൈസിങ് എഡ്ജ് ഓഫ് ക്ലോക്ക് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്ലോക്ക് നമ്മൾ 1 ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ദെൻ പിന്നെ എന്താ വരിക? ഓക്കെ, ബാക്ക് ടു ദ സർക്യൂട്ട്. J is 0, K is 1 ആൻഡ് Q എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പൊ ഇവിടെ കേസിൽ, അതായത് സെക്കൻഡ് NAND ഗേറ്റിലെ ഇൻപുട്സ് എല്ലാം 1 ആണ്. ഇൻപുട്സ് എല്ലാം 1 ആണെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന സെക്കൻഡ് NAND ഗേറ്റിന്റെ ഔട്ട്പുട്ട് 0. അതേപോലെ ഫസ്റ്റ് NAND ഗേറ്റിന്റെ എന്താ പറയുക? ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ ഔട്ട്പുട്ട് 1. ഓക്കെ, ഫോർത്ത് NAND ഗേറ്റ് 0 0 ആണെങ്കിൽ എന്താണ്? NAND ഗേറ്റിന്റെ റിസൾട്ട് 1 ആണ്. സോ ഈ 1 അഗെയിൻ നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്തു. സോ വാട്ട് ഇസ് ദിസ്? 1 1 ആണ് വരുന്നെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ കേസിൽ നമുക്ക് കിട്ടുന്ന എന്താ? ഏത് ഇൻപുട്ട് ആണെങ്കിലും, അതായത് പ്രീവിയസ് സ്റ്റേറ്റിൽ 1ഉം 0 ആണെങ്കിൽ എന്ത് പറ്റും? നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും അവിടെ 0 ആയാ കിട്ടുന്നത്. അതായത് അത് റീസെറ്റ് ആവുക ചെയ്യുന്നത്. വാട്ട് എവർ ബി ദ പ്രീവിയസ് ഇൻപുട്ട്, 0 1 ആണ് JKയിൽ കൊടുക്കുന്നത്. J 0യും K 0 ആണെങ്കിലും നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റിൽ കിട്ടുന്നത് 0 ആണ്. ആൻഡ് ദാറ്റ് സ്റ്റേജ് ഇസ് ഡിനോട്ടഡ് വിത്ത് റീസെറ്റ്. ഓക്കെ, അപ്പോൾ
0 0 ജെയിന്റെയും കെയിന്റെ വാല്യൂ 0 0 ആണെങ്കിൽ എന്ത് പറ്റും? നമുക്ക് നോ ചേഞ്ച് ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അതിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. കണ്ടീഷന്റെ പേര് നോ ചേഞ്ച് സ്റ്റേറ്റ് ആണ്. അതേപോലെ 0 1 ആണ്, J0 K1 ആണുള്ള കേസ് ആണെങ്കിൽ ആ സ്റ്റേറ്റിന്റെ പേര് റീസെറ്റ് സ്റ്റേജ് ആണ്. അതായത് വാട്ട് എവർ ബി ദ കണ്ടീഷൻ ഓഫ് ദിസ് പ്രീവിയസ് ഔട്ട്പുട്ട്, അത് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോഴത്തേക്കും അവിടെ നമുക്ക് റീസെറ്റ് ആയിരിക്കും, 0 ആയിരിക്കും കിട്ടുന്നത്. ഇനി അടുത്ത കേസ് എന്താണ്? 1 0 ജെക്ക് 1ഉം കെക്ക് 0യും കൊടുക്കുന്ന കേസ് വിത്ത് 2 കണ്ടീഷൻസ്. ഇനിഷ്യലി 0, പിന്നെ Q എന്ന് പറയുന്നത് 1ഉം കൺസിഡർ ചെയ്യുന്ന, അവിടെയും 2 കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അതിൽ എന്താ വരിക? Q again 0, Q bar again 1. So ഇവിടെ 1, this is 0 and J is equal to 1, K is equal to 0. So K 0 ആണ്, Q 0 ആണ്. P NAND ഗേറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതേപോലെ ഇതെന്ന് പറയുന്ന ഫസ്റ്റ് NAND ഗേറ്റിന്റെ ഔട്ട്പുട്ട് 3 കേസ് 1 ഉള്ളതാണ്. സോ ദാറ്റ് ഇസ് 0. സോ ഇവിടെ Q 0 ആയിരുന്നു, 1 0 എന്ന് പറയുമ്പോഴത്തേക്ക് അഗെയിൻ യു വിൽ ഗെറ്റ് 1. അത് പാസ് ചെയ്യുക. സോ 1 0 1 ആണെങ്കിൽ അഗെയിൻ 1. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, JK 1 0 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത് യു വിൽ ഗെറ്റ് 1. ഇനി എന്താണ്? Q എന്ന് പറയുന്ന പ്രീവിയസ് സ്റ്റേറ്റിൽ 1 കൺസിഡർ ചെയ്യാം. 1 കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് 1, this is 0 and Q bar 0, Q is 1. Okay, J യും K യും സെയിം തന്നെയാണ്, J1ഉം K 0യും ആണ്. സോ ഇവിടെ എന്ത് പറ്റി? ഒരു ഇൻപുട്ട് 0 ആണ്. സോ ഓട്ടോമാറ്റിക്കലി ദാറ്റ് ഇസ് 1. ഇവിടെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ഉണ്ട്. സോ ഇറ്റ് ബിക്കംസ് 1. Then Q is 1, 1 1 വരുമ്പോൾ it is 0. 0 ഇങ്ങോട്ട് പാസ് ചെയ്താൽ the output is again 1 0 കൊടുത്തു കഴിഞ്ഞാൽ ഒരു 0 ഇൻപുട്ട് ഉള്ളതുകൊണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നത് 1 ആണ്. ഓക്കെ, സോ വൺസ് ജെയിന്റെ കെയിന്റെ വാല്യൂ 1 0 ആണെങ്കിൽ പ്രീവിയസ് സ്റ്റേറ്റിൽ എന്താണോ, പ്രീവിയസ് സ്റ്റേറ്റിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹൈ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഹൈ വാല്യൂ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്റ്റേറ്റിന് വിളിക്കുന്നത് സെറ്റ് എന്നാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ഇസ് ദ ലാസ്റ്റ് വൺ. 1 1 ജെയിനും കെയിനും 1 കൊടുക്കുക. Q എന്ന് പറയുന്ന പ്രീവിയസ് സ്റ്റേറ്റിലുള്ള Qന് 0യും 1ഉം ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഇറ്റ് വിൽ ബി, സോ ഇനിഷ്യലി Q is equal to 0, to 1, ജെയും കെയും 1 തന്നെ കൊടുക്കുക. സോ Q 0 ആണെങ്കിൽ, എനി സ്റ്റേറ്റ് 0 ആണെങ്കിൽ യു വിൽ ഗെറ്റ് 1. ഇവിടെ രണ്ടും 1 ആണ്. സോ ദിസ് ഇസ് 0. Q is initially 0. So this last fourth NAND ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആണ്. 1 ഇങ്ങ് പാസ് ചെയ്യുമ്പോഴത്തേക്കും തേർഡ് NAND ഗേറ്റിന് നമുക്ക് കിട്ടുന്നത് 1. ഓക്കെ, സോ 1 1 കൊടുത്തു. പ്രീവിയസ് സ്റ്റേറ്റ് 0 ആയിരുന്നെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ യു വിൽ ഗെറ്റ് 1. ഓക്കെ, ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇനി Q എന്ന് പറയുന്നത് 1 ചെക്ക് ചെയ്യാം. Q is 1, Q bar is 0. Okay, ജെയും കെയും 1 തന്നെയാണ്. അപ്പോൾ 1 1 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഔട്ട്പുട്ടിൽ സെക്കൻഡ് NAND ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 0. അതേപോലെ ഫസ്റ്റ് NAND ഗേറ്റിൽ എന്ത് വരും? ഇറ്റ് വിൽ ബി 1. സോ ദിസ് ഇസ് 1. 1ഉം 0യും ആണ് കണക്ട് ചെയ്യുന്നത്. NAND ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ത് വരും? Again you will get 1. ആ 1 ഇങ്ങോട്ട് പാസ് ചെയ്യുക. സോ 1 1 എന്ന് പറയുമ്പോൾ what is the answer? You will get 0. സോ ഇപ്പൊ കിട്ടുന്നത് എന്താണ്? Qന്റെ ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് മീൻസ് 1 1 എന്നുള്ള ജെയിന്റെയും കെയിന്റെയും വാല്യൂ 1 1 ആണ്. 1ഉം 1ഉം ആണെങ്കിൽ ഇൻപുട്ടിൽ എന്ത് വന്നാലും അതിന്റെ കോംപ്ലിമെന്റഡ് ഫോം ആണ് വരുന്നത്. സോറി, ഇൻപുട്ട് അല്ല, നമ്മുടെ പ്രീവിയസ് സ്റ്റേറ്റിൽ എന്താണോ വരുന്നത് അതിന്റെ കോംപ്ലിമെന്റഡ് ഫോം ആയിരിക്കും ജെയും കെയും 1 എന്നുള്ള കേസിൽ. അതായത് 0 ആയിരുന്നു പ്രീവിയസ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അത് 1 ആണ് കിട്ടുന്നത്. അതേപോലെ പ്രീവിയസ് സ്റ്റേറ്റിൽ 1 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്
0 ആണ്. സോ ആ സ്റ്റേറ്റിന് നമ്മൾ വിളിക്കുന്നത്, അതായത് ഈ കോംപ്ലിമെന്റഡ് ഫോമിൽ നിൽക്കുന്ന സ്റ്റേറ്റിന് നമ്മൾ വിളിക്കുന്നത് ടോഗിൾ കണ്ടീഷൻ എന്നാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കൗണ്ടേഴ്സിന്റെ ഒക്കെ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നത് ഈ ടോഗിൾ എന്ന് പറയുന്ന കണ്ടീഷൻ ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിസൈൻ ചെയ്യാനായിട്ടായിരുന്നു ചോദിച്ചത് അല്ലെ. എക്സ്പ്ലെയിൻ ദ ഓപ്പറേഷൻ ഓഫ് എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നാൻഡ് ഗേറ്റ്. സോ ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്സും സെപ്പറേറ്റ്ലി നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക, കൂട്ടത്തിൽ ഈ ഫിഗറും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ അലോങ് വിത്ത് ദിസ് ഫിഗർ യു ഷുഡ് എക്സ്പ്ലെയിൻ, ഡീറ്റെയിൽ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക എക്സാമിന്. Okay, this is all about this for this question. Next is, so അതിന്റെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുക, ഇതിന്റെ സർക്യൂട്ട് വരയ്ക്കുക. ഇതെല്ലാം എഴുതിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് അതിന് കിട്ടുള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4-bit ജോൺസൺ കൗണ്ടറിന്റെ ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദാറ്റ് യൂസിങ് ട്രൂത്ത് ടേബിൾ ആൻഡ് വേവ് ഫോംസ്. അപ്പൊ ജോൺസൺ കൗണ്ടർ എന്നല്ല, ജോൺസൺ കൗണ്ടറിന്റെ അനദർ നെയിം എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഇറ്റ് ഈസ് ട്വിസ്റ്റഡ് റിംഗ്, ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്വിച്ച് ടെയിൽ. ഓക്കെ, സ്വിച്ച് ടെയിൽ അല്ലെങ്കിൽ ട്വിസ്റ്റഡ് റിംഗ് എന്ന് ചോദിക്കുന്നത് ദാറ്റ് ഈസ് ഇക്വലന്റ് ടു ജോൺസൺ കൗണ്ടർ. ഇപ്പൊ ഡയറക്റ്റ് നിങ്ങൾക്ക് ജോൺസൺ കൗണ്ടർ എന്ന് ചോദിച്ചില്ല, ഈ ഏതിനെ നെയിംസ് ആണ് യൂസ് ചെയ്തെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് യു നീഡ് ടു ഡിസൈൻ എ ജോൺസൺ കൗണ്ടർ. സോ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് 4-bit എടുത്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് യു ഷുഡ് ഗോ ഫോർ 4-bit ജോൺസൺ കൗണ്ടർ. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നിട്ടില്ല, എക്സ്പ്ലെയിൻ ദ ഓപ്പറേഷൻ ഓഫ് എ ജോൺസൺ കൗണ്ടർ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ യു ക്യാൻ ഡിസൈൻ ഫോർ എനി ബിറ്റ്. ഓക്കെ, ഇപ്പൊ വേണമെങ്കിൽ 3-bit ആവാം, 2-bit ആവാം, ഏത് ബിറ്റിന് വേണമെങ്കിലും നമുക്കത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 4-bit ആണ്. സോ 4-bit ജോൺസൺ കൗണ്ടർ ആകുമ്പോൾ എത്ര നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും? യു നീഡ് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം ഡിസൈൻ ചെയ്യണം. 4-bit ആയതുകൊണ്ട് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് നമുക്ക് വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. അതേപോലെ ജോൺസൺ കൗണ്ടറിന്റെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എത്ര ഇതുവരെ നമുക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റും, എത്ര സ്റ്റേറ്റ്സ് കിട്ടുന്നത് വരെ നമുക്ക് ജോൺസൺ കൗണ്ടറിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2 into നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. സോ 2 into നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എത്രയായിരിക്കും? 2 into 4 ചെയ്താൽ 8 പോസിബിൾ സ്റ്റേറ്റ്സ് it is possible with this Johnson counter. Okay, so in case of ring counter ആയിരുന്നെങ്കിൽ എന്താണ്? ring counterലാണെങ്കിൽ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് 4-bit ആണെങ്കിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് തന്നെയായിരിക്കും. പക്ഷെ ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ 4 സ്റ്റേറ്റ്സ് തന്നെ ആയിരിക്കുള്ളൂ, 8ലേക്ക് പോവില്ല. ഇവിടെ 2 into നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എടുത്തുകൊണ്ടാണ് 8 സ്റ്റേറ്റ്സ് നമുക്ക് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജോൺസൺ കൗണ്ടർ ആൻഡ് റിംഗ് കൗണ്ടർ. ഓക്കെ, സോ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഇപ്പൊ ജോൺസൺ ആയതുകൊണ്ട് തന്നെ ട്വിസ്റ്റഡ് റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ റിംഗ് കൗണ്ടർ ആയിരുന്നെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് ക്യൂ എന്നായിരുന്നു നമ്മൾ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ റിംഗ് കൗണ്ടർ അല്ല, ജോൺസൺ കൗണ്ടർ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് യു നീഡ് ടു ടേക്ക് ദ ഫീഡ്ബാക്ക് ചെയ്യേണ്ടത് ക്യൂ ബാറിൽ നിന്നാണ്. ഓക്കെ, സോ നമുക്ക് ആ സർക്യൂട്ട് നോക്കാം. സോ ദിസ് ഇസ് ദ സർക്യൂട്ട് ഫോർ എ 4-bit ജോൺസൺ counter. Okay, so നമ്മുടെ ക്വസ്റ്റ്യനിൽ ട്രൂത്ത് ടേബിളും വേവ് ഫോം വെച്ചിട്ടാണ് സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചത്. സോ നമ്മുടെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇനിഷ്യലി നമ്മൾ ക്ലോക്ക് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ, ക്ലോക്ക് 0 ആണെങ്കിൽ നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ഇനിഷ്യൽ സ്റ്റേറ്റിൽ നമ്മൾ 0 ആണ് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് വെൻ യു ഗിവ് എ ക്ലോക്ക്? ഒരു ക്ലോക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറ്റുക? ഇവിടെ നിന്നുള്ളത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരും അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഏതാ? ക്യൂ ബാർ എന്നാണ് എടുക്കുന്നത്. സോ Q0 ആണെങ്കിൽ ക്യൂ ബാർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ആ ക്ലോക്ക് കൊടുത്തതിന് ശേഷം എന്ത് പറ്റും? ഇവിടെ നിന്നുള്ളത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് D0 1 വരും. സോ ക്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുക? ഈ Q0 അത് പാസ് ചെയ്യും. സോ Q0 ഇനി എന്താ വരിക? ദാറ്റ് ഈസ് 1. അപ്പോൾ ബാക്കിയെല്ലാം ഇനി ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടല്ല അങ്ങോട്ടേക്ക് വന്നത്, ബാക്കി ഫ്ലിപ്പ് ഫ്ലോപ്സിലേക്ക് ക്ലോക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകും. സോ എന്താ പറ്റുക? ഇവിടെ നിന്ന് ബാക്കിയുള്ളതെല്ലാം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, സോ ക്യൂ എന്നുള്ളത് ക്യൂ ബാർ ചെയ്തിട്ടാണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് പോകുന്നത്. സോ ക്യൂ എന്ന് പറയുന്നത് 0 ആണ്. ക്യൂ ബാർ എടുക്കുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി 1.
സോ 1 0 0 0 എന്നാണ്. നെക്സ്റ്റ് കേസ് അടുത്ത ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഇതെല്ലാം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. Q1 Q2 Q3 എന്നുള്ളത് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതേപോലെ എന്ത് പറ്റും? Q3 എന്ന് പറയുന്നത് 0 ആണ്, Q3 ബാർ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 1 0 0. സോ തേർഡ് ക്ലോക്ക് പൾസിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ എഗെയിൻ ഇത് ഷിഫ്റ്റ് ചെയ്യും. ഈ Q3 എന്ന് പറയുന്നത് 0 ആണ്, Q3 ബാർ എന്ന് പറയുന്നത് 1 വരും. അപ്പൊ ഫോർത്ത് ക്ലോക്ക് പൾസിൽ എഗെയിൻ ദ ഷിഫ്റ്റിംഗ് കണ്ടിന്യൂസ്. ഇവിടെ എന്ന് പറയുന്നത് Q3 എന്ന് പറയുന്നത് 0, Q1 എന്ന് പറയുമ്പോൾ so Q3 എന്ന് പറയുന്നത് 0 ആണ്, Q3 bar is 1. So that will be loaded to your first flip flop. Then after that, അപ്പോൾ 4 pulses കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 1 1 1 1 ആയിരിക്കും. നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ റിസൾട്ട് will be 1 1 1 1. ആഫ്റ്റർ ദാറ്റ്, അതായത് ഫിഫ്ത്ത് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴത്തേക്കും again ഈ ഷിഫ്റ്റിംഗ് പ്രോസസ് ഇങ്ങനെ തന്നെയായിരിക്കും. Q3 എന്ന് പറയുന്നതിൽ എന്താണ്? Q3യിലുള്ളത് 1 ആണ്. സോ Q3 1 ആണെങ്കിൽ Q ബാർ എന്തായിരിക്കും? That will be 0. സോ ഫിഫ്ത്ത് ക്ലോക്ക് പൾസ് നമുക്ക് കിട്ടുന്നത് 0 1 1 1. സോ ഇതേപോലെ ഷിഫ്റ്റിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ടിൽ എവിടെ വരെ ആയിരിക്കും അത് കണ്ടിന്യൂ ചെയ്യുന്നത്? ടിൽ 7 വരെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ സോ ടോട്ടൽ സ്റ്റേറ്റ്സ് ഇപ്പം പറഞ്ഞു, ജോൺസൺ കൗണ്ടറിന്റെ ടോട്ടൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 8 സ്റ്റേറ്റ്സ് ആണ് അല്ലെ. ഈ 7 വരെ എത്തുമ്പോഴത്തേക്കും ഇതെന്താ വരുന്നത്? 0 0 0 0. സോ ആഫ്റ്റർ ദാറ്റ് ഫൈനലി അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 0 എഗെയിൻ അത് ഇൻവേർട്ട് ചെയ്തെടുത്താൽ ദാറ്റ് വിൽ ബി 0 0 ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്നത് ഇനിഷ്യലി നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് ആ സെയിം സ്റ്റേറ്റിലേക്ക് തന്നെയായിരിക്കും ഇത് പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ജോൺസൺ കൗണ്ടറിന്റെ മാക്സിമം പോസിബിൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 8 ആയത്. ഓക്കെ, ഇനി ഇതിന്റെ ക്ലോക്ക് പൾസ്, അതായത് വേവ് ഫോം വരയ്ക്കുമ്പോഴത്തേക്കും ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതെങ്ങനെ വരിക? ഇനിഷ്യലി ക്ലോക്ക് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ, സോ ക്ലോക്ക് പൾസ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ Q എന്ന് പറയുന്നത് 0 ആണ്, Q ബാർ 0 ആണ്, സോറി Q1 0 ആണ്, Q2 0 ആണ്, Q3 എന്ന് പറയുന്നത് 0 ആണ്. സോ വെൻ എവർ നമ്മളൊരു ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റും? Q0യിൽ അത് ഹൈ ആവുന്നുണ്ട്. സോ Q0യിൽ ഓക്കെ, Q0 എന്ന് പറയുന്നത് ഹയർ ആകും. എവിടെ വരെ ആയിരിക്കും? നെക്സ്റ്റ് എഡ്ജ് എത്തുന്നത് വരെ അത് ഹൈ സ്റ്റേറ്റിലേക്ക് മാറും. അതേപോലെ Q2ൽ എന്താ? ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുന്ന സമയത്ത് Q1 Q2 Q3 എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. സോ അത് 0 സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് കേസ് ക്ലോക്ക് പൾസ്, സെക്കൻഡ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴത്തേക്കും വാട്ട് ഈസ് Q0 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അത് അടുത്ത പൾസിൽ അത് 1 ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. അതേപോലെ Q1 എന്ന് പറയുന്നത് എന്തായി മാറും? Q1 ബിക്കംസ് ഹൈ. Q1 എന്ന് പറയുന്നത് 0 എന്ന് ഹൈ സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ട്. അതേപോലെ ബാക്കി ഏതൊക്കെയാണ്? Q2 Q3 എന്ന് പറയുന്നത് ഇറ്റ് കണ്ടിന്യൂസ് ടു റിമൈൻ ഇൻ ഓഫ് സ്റ്റേറ്റ്, അത് കണ്ടിന്യൂ ചെയ്യും ഓഫ് സ്റ്റേറ്റിൽ തന്നെ. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയാണ്? ഫോർത്ത് പൾസ്, അതായത് തേർഡ് പൾസിലും ഫോർത്ത് പൾസിലും Q0 എന്ന് പറയുന്നത് ഹൈ ആണ്. തേർഡ് പൾസിലും ഫോർത്ത് പൾസിലും Q0 ഹൈ ആണ്. അതേപോലെ വാട്ട് അബൌട്ട് ദ കേസ് ഓഫ് Q1 എന്ന് പറയുന്നത് തേർഡ് വണ്ണിൽ അത് ഹൈ ആണ്, ഫോർത്ത് വണ്ണിൽ ഹൈ ആണ്, ഫിഫ്ത്ത് വണ്ണിലും ഹൈ ആണ്. സോ തേർഡും ഫോർത്തും ഫിഫ്ത്തിലും അത് ഹയർ ആയിരിക്കും. നെക്സ്റ്റ് Q2 എടുക്കുകയാണെങ്കിൽ അതും 3ഉം 4ഉം 5 എന്ന് പറയുന്ന ക്ലോക്ക് പൾസിൽ അല്ലെ, 3 എന്ന് പറയുന്ന ക്ലോക്ക് പൾസ് ആകുമ്പോഴത്തേക്കും ഇത്രയും സ്റ്റേറ്റ്, അതായത് ഇനിഷ്യലി അത് 0 ആയിരുന്നു, ഫസ്റ്റ് ക്ലോക്ക് പൾസിലും സെക്കൻഡ് ക്ലോക്ക് പൾസിലും അത് 0 ആണ്. തേർഡ് എത്തുമ്പോഴത്തേക്കും അത് ഹയർ ആയി തുടങ്ങും. നെക്സ്റ്റ് Q3 എന്ന് പറയുന്ന തേർഡ് പൾസിൽ അത് 0 ആണ്. ഫോർത്ത് പൾസിലാണ് അത് ഹൈ ആണ്, അതായത് Q3 എന്ന് പറയുന്നത് ഫോർത്ത് പൾസ് ആവുമ്പോഴത്തേക്കുമാണ് ഹയർ ആയി മാറുന്നത്. സോ ഫോർത്ത് പൾസിലാണ് അത് ഹൈ ആകുന്നത്. ഓക്കെ, നെക്സ്റ്റ് Q0 എന്ന് പറയുന്നത് ഫിഫ്ത്ത് പൾസിൽ അത് ലോ ആണ്. സോ ഫിഫ്ത്ത് പൾസ് ആകുമ്പോഴത്തേക്കും അത് ലോ ആയി. അതേപോലെ Q1 എന്ന് പറയുന്നത് ഹയർ ആയിട്ട് നിൽക്കും. Q1 എന്ന് പറയുന്നത് ഫിഫ്ത്ത് പൾസിൽ അത് ഹൈ ആണ്.
അത് അടുത്ത് കഴിഞ്ഞിട്ടുള്ളതിലേക്ക് വരുമ്പോഴാണ് പിന്നെ അത് ലോ ആവുന്നത്. അതേപോലെ Q2 എന്ന് പറയുന്നത് 6th പൾസിൽ അത് ഹയർ ആയിരിക്കും, 7th പൾസിൽ അത് ലോവർ ആയിരിക്കും. ഓക്കെ, സോ ഇത് കണ്ടിന്യൂ ചെയ്യും, അടുത്ത പൾസിൽ അത് ലോവർ ആകും. അതേപോലെ Q3 എന്ന് പറയുന്നത് 7th പൾസിലായിരിക്കും, 7th പൾസ് വരെ ഇത് ഹയർ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് അത് ലോ ആകും. സോ ദിസ് ഇസ് ദ waveform and truth table for this Johnson counter. So explain ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ based on this ആയിരിക്കണം explain ചെയ്തത്. ഓരോ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എങ്ങനെയാണെന്ന്, അതിന്റെ വേവ് ഫോം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾക്ക് അതിന്റെ ഓപ്പറേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അതിന്റെ ഡയഗ്രാം, അതിന്റെ ട്രൂത്ത് ടേബിൾ. സോ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, so next one is design a mode 6 synchronous up counter using JK flip-flop. So JK flip-flop യൂസ് ചെയ്ത് കൗണ്ടർ ഡിസൈൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ട റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എക്സൈറ്റേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം, JK ഫ്ലിപ്പ്-ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് നമ്മൾ K മാപ്പ് വഴി റെഡ്യൂസ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എഴുതണം. ലാസ്റ്റ് നമ്മൾ ലോജിക് ഡയഗ്രാം വരയ്ക്കുന്നതിനാണ്. ഇങ്ങനെയായിരിക്കും അപ്പൊ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. എക്സൈറ്റേഷൻ ടേബിൾ ക്യാരീസ് 2 മാർക്ക്. ആ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന K മാപ്പ് റെഡ്യൂസ് ചെയ്തെടുക്കുന്ന എക്സ്പ്രഷൻ ക്യാരീസ് 3 മാർക്സ് ആൻഡ് ലോജിക് ഡയഗ്രാം ഫൈനലി നമ്മൾ വരയ്ക്കുന്ന ലോജിക് ഡയഗ്രാം ക്യാരീസ് 2 മാർക്സ്. സോ ഇതായിരിക്കാം അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇത് 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് യു ഷുഡ് നോ ദ എക്സൈറ്റേഷൻ ടേബിൾ ഓഫ് JK ഫ്ലിപ്പ്-ഫ്ലോപ്പ്. ബിഫോർ ദാറ്റ് നമ്മളോട് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് മോഡ് 6 സിങ്ക്രണസ് കൗണ്ടർ ആണെന്ന്, അല്ലെ? സോ മോഡ് 6 എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയുള്ള ടോട്ടൽ സ്റ്റേറ്റ്സ് എത്രയായിരിക്കും? ദ പോസിബിൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എന്ത് വരും? മോഡ് 6 ആയിരിക്കുമ്പോഴത്തേക്കും. സോ മോഡ് 6 എന്ന് പറയുന്നതിൽ പോസിബിൾ സ്റ്റേറ്റ്സ് വിൽ ബി 6 ആയിരിക്കും. മാക്സിമം പോസിബിൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? യു ഹാവ് എ ഫോർമുല ദാറ്റ് മോഡ് വാല്യൂ എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 raised to n. ഓക്കെ, സോ ആ 2 raised to n എന്ന് പറയുന്നതിൽ n represents the number of bits. അതേപോലെ ഈ 2 raised to n എന്ന് പറയുന്നതായിരിക്കും പോസിബിൾ സ്റ്റേറ്റ്സ്. ഓക്കെ, സോ ഇപ്പൊ 6 എന്ന് പറയുമ്പോഴത്തേക്ക് മാക്സിമം പോസിബിൾ സ്റ്റേറ്റ്സ് വിൽ ബി 6. അപ്പൊ അത് കൗണ്ട് ചെയ്ത് എത്തുന്നത് എവിടം വരെ ആയിരിക്കും? 0 to 5 ആയിരിക്കും അത് കൗണ്ട് ചെയ്യുന്നത്. 0 to 5 കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദ ടോട്ടൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഓക്കെ, അപ്പൊ ഈ 6 അപ്പൊ 5 വരെ റെപ്രസെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു റിക്വയർ 3 ബിറ്റ്സ്. 3 ബിറ്റ്സ് വെച്ചാൽ നമ്മൾ 5 റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ടത് 3 ബിറ്റ്സ് ആയിരിക്കും. സോ 3 ബിറ്റ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് നമുക്ക് വേണ്ടി വരും? യു നീഡ് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ്. അപ്പോൾ മോഡ് 6 സിങ്ക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ റിക്വയർമെന്റ് ഇസ് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ്. നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ് ഇസ് 3. ഓക്കെ, സോ നമുക്ക് അതിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം ഒന്ന് ചെക്ക് ചെയ്യാം. സോ ദിസ് വിൽ ബി ദ സ്റ്റേറ്റ് ഡയഗ്രാം. ദ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റേറ്റ്സ്? 0, 1, 2, 3, 4, 5. 5 കഴിഞ്ഞാൽ ബാക്ക് ടു 0 ആണ്. അതിലായത് 6ഉം 7 എന്ന് പറയുന്ന രണ്ട് മാക്സിമം പോസിബിൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എത്രയാ? പോസിബിൾ സ്റ്റേറ്റ്സ് ഇപ്പൊ 3 ബിറ്റ്സ് ആണ്, 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ n എന്ന് പറയുന്നത് എത്രയായിരിക്കും? ബിറ്റ് 3 ആണ്, 3 ബിറ്റ് ആണ്. ഇപ്പൊ 2 raised to 3 എന്ന് പറയുന്നത് 8 ആണ്. സോ പോസിബിൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 8 പോസിബിൾ സ്റ്റേറ്റ്സ് ആണ്. അതായത് 0 to 7 വരെ പോകുന്ന സ്റ്റേറ്റ്സ് പോസിബിൾ ആണ്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 6 ആയതുകൊണ്ട് അത് 5 വരെ കൗണ്ട് ചെയ്തിട്ട് അത് ടെർമിനേറ്റ് ചെയ്ത് അത് ബാക്ക് ടു 0 ആയിരിക്കും. സോ 6ഉം 7 എന്ന് പറയുന്ന സ്റ്റേറ്റ്സ് നമ്മുടെ കേസിൽ അത് ഇൻവാലിഡ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഇനി നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ മെയിൻ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ ആണ്. സോ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത് സോ Q is your present state, Q a plus എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് എക്സൈറ്റേഷൻ ടേബിൾ? 0, 0 J will be 0, K is X and X എന്ന് പറഞ്ഞാൽ ഡോൺ കെയർ കേസ് ആണ്. Then 0, 1 is 1X,
1 0 is x1 and 1 1 is x0. So this is the excitation table. നിങ്ങൾ excitation table JK flip flopന്റെ മാത്രമല്ല എല്ലാ flip flopsന്റെയും excitation table you must study. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ JK flip flop അല്ല വേറെ flip flop ആണ് ചോദിച്ചിരുന്നെങ്കിൽ അപ്പോഴും നിങ്ങൾ excitation table അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കുള്ള സ്റ്റേറ്റ്സ് അറിഞ്ഞിരിക്കും. നമ്മുടെ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? 0 തൊട്ട് 5 വരെയുള്ള സ്റ്റേറ്റ്സ് ആണ് വേണ്ടത്. സോ ആ സ്റ്റേറ്റ്സ് മാർക്ക് ചെയ്യുക. 0 1 2 3 4 5 6 ഉം 7 ഉം ഉണ്ടോ? 6 ഉം 7 ഉം ഇല്ല, അത് ഇൻവാലിഡ് സ്റ്റേറ്റ്സ് ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിഷ്യലി നമ്മൾ 0 നിൽക്കുന്നത്. അതിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ്, അതായത് ക്ലോക്ക് പൾസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 1 0 0 1 അല്ലെ? സോ നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതുമ്പോൾ നമുക്ക് എഴുതാം 0 0 1. 0യിൽ നിന്ന് ക്ലോക്ക്, ഇപ്പൊ ഇനിഷ്യൽ സ്റ്റേറ്റ് 0 ആണ്, ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴത്തേക്ക് അത് 1ലേക്ക് അപ്പ് കൗണ്ട് ചെയ്യാണ്. അപ്പോൾ അടുത്ത സ്റ്റേറ്റ് 0ന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതേപോലെ 1ൽ നിൽക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് 1 ആണെങ്കിൽ അത് നെക്സ്റ്റ് പൾസിൽ അത് അപ്പ് കൗണ്ട് ചെയ്യുമ്പോൾ അത് വരും 2 വരും. സോ ദാറ്റ് ഇസ് 0 1 0. അതേപോലെ നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. സോ ഫൈനലി നമ്മളിപ്പോ 4ൽ നിൽക്കുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 5 കൗണ്ട് ചെയ്യും. സോ ദാറ്റ് ഇസ് 1 0 1 കിട്ടും. അതേപോലെ 5 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ലാസ്റ്റ് സ്റ്റേറ്റ് നമ്മൾ 5 ആണെന്ന് പറഞ്ഞു. സോ 5ൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കൗണ്ട് ചെയ്യേണ്ട എങ്ങോട്ടായിരിക്കും? പിന്നെ ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് 6ലേക്ക് പോകില്ല, ബാക്ക് ടു 0. അപ്പൊ 5 എന്ന് പറയുന്ന പ്രസന്റ് സ്റ്റേറ്റ് ആണ്. ക്ലോക്ക് പൾസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് പോകുന്നത് 0യിലേക്കാണ്. ദാറ്റ് ഇസ് 0 0 0. 6 ഉം 7 എന്നുള്ളത് നമുക്ക് ഇൻവാലിഡ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, ഇതാണ് അതിന്റെ പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ജെന്റെയും കെന്റെയും വാല്യൂസ് ഒക്കെ അറിയാം? അതറിയാനായിട്ട് അവിടെയാണ് നമ്മൾ ഈ എക്സൈറ്റേഷൻ ടേബിൾ യൂസ് ചെയ്യുന്നത്. പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും വരുമ്പോൾ ജെന്റെയും കെന്റെയും വാല്യൂസ് അല്ലെങ്കിൽ ജെന്റെയും കെന്റെയും കേസസ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ടേബിൾ വഴി ഫിൽ ചെയ്ത് കണ്ടുപിടിക്കും. സോ അതറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് ആ ജെന്റെയും കെന്റെയും ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് എഴുതി നമുക്ക് റെഡ്യൂസ് ചെയ്ത് ലോജിക് ഡയഗ്രാം വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ഇപ്പൊ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ക്യു എ എന്ന് പറയുന്നതിന്റെ പ്രസന്റ് സ്റ്റേറ്റ് 0, നെക്സ്റ്റ് സ്റ്റേറ്റും 0. അപ്പൊ ജെന്റെയും കെന്റെയും വാല്യൂ എങ്ങനെയായിരിക്കും? ജെന്റെ എക്സൈറ്റേഷൻ ടേബിൾ അനുസരിച്ച് 0 0 എന്ന് പറയുന്നത് വരുമ്പോൾ എന്താണ് ജെയും കെയും? ദാറ്റ് ഇസ് 0 ആൻഡ് എക്സ്. സോ നമുക്ക് ഇവിടെ 0 ആൻഡ് എക്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, അതേപോലെ അടുത്തത് ഏതാണ്? 0 അഗെയിൻ 0 0 എടുക്കണ്ട, നമുക്ക് we will take 1 and 1. Okay, so 1 1 എടുക്കുമ്പോൾ എന്താ വരിക? എക്സൈറ്റേഷൻ ടേബിൾ അനുസരിച്ച് 1 പ്രസന്റ് സ്റ്റേറ്റ് 1 ഉം നെക്സ്റ്റ് സ്റ്റേറ്റ് 1 വരുമ്പോഴത്തേക്കും ജെന്റെയും കെന്റെയും വാല്യൂ വിൽ ബി എക്സ് ആൻഡ് 0. എക്സും 0 ആയിരിക്കും വരുന്നത്. സോ ദിസ് ഈസ് ഫോർ ക്യു എ എന്ന് പറയുന്ന ബിറ്റിന്റെ ഇതിനാണ് നമ്മളിപ്പോ പറഞ്ഞത്. ക്യു എ എന്ന് പറയുന്ന ബിറ്റിന്റെ പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും. അതേപോലെ ക്യു ബി എന്ന് പറയുന്ന ബിറ്റിന്റെ ഇത് പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും കൺസിഡർ ചെയ്യുമ്പോൾ ഏതിലേക്കാണ് പോകേണ്ടത്? ജെ ബി ആൻഡ് കെ ബി. സോ അവിടെ നമുക്ക് ഏത് കൺസിഡർ ചെയ്യണം? വി വിൽ ടേക്ക് ദിസ് വൺ 0 ആൻഡ് 1. ഓക്കെ, 0യും 1ഉം ആണ് എടുക്കുന്നതെങ്കിൽ 0യും 1ഉം ആണെങ്കിൽ ജെന്റെ കെന്റെ വാല്യൂസ് വരുന്നത് 1 ആൻഡ് എക്സ്. ഓക്കെ, അപ്പൊ വരുന്നത് ഏതായിരിക്കും? 1ഉം എക്സും ആയിരിക്കും വരുന്നത്. സോ ഇതുപോലെ നിങ്ങൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. സോ ദ ഫൈനൽ റിസൾട്ട് വിൽ ബി ഇതായിരിക്കും ഫൈനലി നമുക്ക് കിട്ടുന്ന ട്രൂത്ത് ടേബിൾ. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഈ ടേബിളിൽ നിന്ന് നമുക്ക് കെ മാപ്പ് യൂസ് ചെയ്തിട്ട് ആ ലോജിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമുക്ക് ജെ എയുടെ കണ്ടുപിടിക്കണം. ഓക്കെ, ജെ എയുടെ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് 3 ഇതാണുള്ളത്, 3 വേരിയബിൾസ്, 3 ബിറ്റ് ആണ് അല്ലെ. സോ 3 വേരിയബിൾ ആയിട്ട് എടുക്കുക, ക്യു എ ക്യു ബി ക്യു സി. അത് വെച്ചിട്ട് നമുക്ക് ജെ എയുടെ നോക്കാം. അപ്പൊ ജെ എ എന്ന് പറയുന്നത് 1 ആവുന്ന കേസ് ഏതില്ല? 0 1 1 എന്ന് പറയുമ്പോൾ അത് 1 ആവും അല്ലെ. 0 1 1 അത് 1 ആണ്. ബാക്കി ഏതാ? ദെൻ 0 0 അത് 0 ആണ്. 0 0 അത് 0 ആണ്. ദെൻ 0 0
then 0 0 1 1 ൽ അത് x ആണ് 1 1 0 1 1 ൽ അത് 1 ആണ് ബാക്കി എങ്ങനെയാ വരുന്നത് ബാക്കി കേസസ് എന്ന് പറയുന്നത് 0 ആണ് അതായത് 0 0 0 ൽ 0 0 1 ൽ 0 1 0 ൽ അത് 0 ആണ് സോ ദീസ് കേസസിലെല്ലാം അത് 0 ആണ് ബാക്കി വരുന്ന ഏതൊക്കെയാ 1 0 0 1 0 0 1 0 1 1 0 0 1 0 1 and 1 1 1 lex ആണ് then 1 1 0 ഇതിലൊക്കെ ഇൻവാലിഡ് കേസസ് ആണ് ഡോണ്ട് കെയർ കേസസ് ആണ് സോ നമുക്കത് ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ പറയാം നമുക്ക് ഇത് രണ്ടും ഗ്രൂപ്പ് ചെയ്യാം സോ ഇത് ഗ്രൂപ്പ് ചെയ്ത് കിട്ടുന്ന എക്സ്പ്രഷൻ എന്താണ് ജെ എയുടെ എക്സ്പ്രഷൻ ആയിരിക്കും സോ ജെ എയുടെ എക്സ്പ്രഷൻ വരുന്നത് ഇത് പോകും ദിസ് വിൽ ബി ക്യു ബി ആൻഡ് ക്യു സി സിമിലർലി നമുക്ക് കെ എയുടെ എഴുതാം കെ എയുടെ എഴുതുമ്പോഴത്തേക്കും 1 മാർക്ക് ചെയ്യുന്നത് എവിടെയാണ് 1 0 1 1 0 1 ല് നമുക്ക് 1 കിട്ടുന്നുണ്ട് പിന്നെ എവിടെയാ 0 വരുന്നത് 0 വരുന്നത് ഇവിടെയാ അല്ലെ ഇത് രണ്ടും നമ്മൾ എടുത്തു 0 വരുന്ന ഒരൊറ്റ കേസേ ഉള്ളൂ അത് 1 0 0 ല് 1 0 0 ല് 0 ആണ് ബാക്കി എല്ലാം ഡോണ്ട് കെയർ കേസ് ആയിരിക്കും സോ ഡോണ്ട് കെയർ കേസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഒരു ക്വാഡ് ആയിട്ട് എടുക്കാം സോ അത് ക്വാഡ് ആയിട്ട് എടുക്കുവാണെങ്കിൽ അഗെയിൻ ആ എക്സ്പ്രഷൻ എന്ത് വരും കെ എയുടെ എക്സ്പ്രഷൻ വിൽ ബി ക്യു സി സോ കെ എ എന്ന് പറയുന്നത് നമുക്ക് ക്യു സി കിട്ടി അപ്പൊ നമ്മൾ ചെയ്ത ഏതാ ജെ എയുടെയും കെ എയുടെയും കണ്ടുപിടിച്ചു അതേപോലെ ജെ ബി കെ ബി ജെ സി കെ സി ബാക്കി ഇതിന്റെയും കൂടി ബാക്കി ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ ഇൻപുട്ട് ആയിട്ടുള്ള ഇതും കൂടി നമ്മൾ കണ്ടുപിടിക്കണം സോ ഇതേപോലെ സെയിം പ്രൊസീജിയർ ആണ് കെ മാപ്പ് യൂസ് ചെയ്യുക എക്സ്പ്രഷൻ റെഡ്യൂസ് ചെയ്ത് എഴുതുക നമുക്ക് അങ്ങനെ കിട്ടും ജെ ബി എന്ന് പറയുന്നത് ക്യു എ ബാർ ക്യു സി ആൻഡ് കെ ബി എന്ന് പറയുന്നത് ക്യു സി കിട്ടും അതേപോലെ ജെ സി ആൻഡ് കെ സി വിൽ ബി ഈക്വൽ ടു 1 സോ ഇത് ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ ലോജിക് ഡയഗ്രാം വരയ്ക്കാൻ അപ്പൊ നമുക്കറിയാം 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട് 3 ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ ഒക്കെ ഇൻപുട്ടിലേക്ക് എന്തായിരിക്കും പോവുക എന്നാണ് നമുക്കിപ്പോ കിട്ടിയത് സോ അത് വയ്ക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഇരിക്കും 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് മാർക്ക് ചെയ്യുക ജെ എ ക്യു എ ബാർ ജെ ബി കെ ബി ക്യു ബി ബാർ ജെ സി കെ സി ക്യു സി ബാർ ഓക്കെ സോ നമുക്ക് എക്സ്പ്രഷൻ കിട്ടിയതിൽ ജെ സി കെ സി എന്ന് പറയുന്നത് 1 ആണ് സോ ജെ സി കെ സിയുടെ ഇൻപുട്സിലേക്ക് നമുക്ക് 1 ഡയറക്ട്ലി മാർക്ക് ചെയ്യാം നെക്സ്റ്റ് എന്ന് പറയുന്നത് കെ ബി എന്ന് പറയുന്നത് ക്യു സി ആണ് സോ കെ ബിയിലേക്ക് ഏതാ കൊടുത്തത് കെ ബിയിൽ നമ്മൾ ക്യു സി കണക്ട് ചെയ്യും അതേപോലെ കെ എയിലും നമുക്ക് കിട്ടുന്നത് എന്താണ് ക്യു സി തന്നെയാണ് കെ എയിലും വരുന്നത് ഇനി ജെ ബിയിൽ ഏതാ വരുന്നത് ജെ ബിയിൽ വരുന്നത് ക്യു എ ബാറും ക്യു സി ആണ് സോ ക്യു സി എടുക്കുക ദെൻ ക്യു എ ബാർ എടുക്കുക അത് ആൻഡ് ഗേറ്റ് വെച്ച് കണക്ട് ചെയ്തായിരിക്കും ക്യു ബിയിലേക്ക് കൊടുക്കേണ്ടത് നെക്സ്റ്റ് ജെ എയിൽ വരുന്നത് ക്യു ബിയും ക്യു സിയും ആൻഡ് ഗേറ്റ് വഴി കണക്ട് ചെയ്യണം സോ ക്യു ബി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എടുക്കുക സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് സോ ക്യു ബി എടുക്കുക ദെൻ ക്യു സി ഓൾസോ ക്യു സി എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നിന്നാണ് എടുത്തത് സോ ക്യു സി കണക്ട് ചെയ്യുക നമുക്ക് അത് ജെ എയിലേക്ക് കൊടുക്കുക സോ ദിസ് ഇസ് എ ലോജിക് ഡയഗ്രാം ഫോർ ദ മോഡ് 6 കൗണ്ടർ മോഡ് 6 കൗണ്ടർ ആണ് ചോദിച്ചത് മോഡ് 6 സിൻക്രണസ് കൗണ്ടറിന്റെ ലോജിക് ഡയഗ്രാം ഇങ്ങനെയാണ് വരുന്നത് സോ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അറിഞ്ഞിരിക്കേണ്ടത് എക്സൈറ്റേഷൻ ടേബിൾ ആണ് സോ എക്സൈറ്റേഷൻ ടേബിളിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ ഹോൾ പ്രോസസ്സ് ചെയ്തത് വെറുതെ ആയിപ്പോവും സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ മോഡ് 6 സിൻക്രണസ് കൗണ്ടർ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഓക്കെ എക്സ്പ്ലെയിൻ പിസോ ഷിഫ്റ്റ് രജിസ്റ്റർ ദാറ്റ് ഇസ് പാരലൽ in and serial out parallel in serial out ആണ് പിസോ എന്ന് പറയുന്ന ഷിഫ്റ്റ് രജിസ്റ്റർ ആൻഡ് യൂസിങ് ലോഡ് ആൻഡ് ഷിഫ്റ്റ് ഓപ്പറേഷൻ സോ പിസോയിൽ 2 മോഡ് ഓഫ് ഓപ്പറേഷൻസ് പോസിബിൾ ആണ് വൺ ഇസ് ലോഡ് ആൻഡ് അതർ വൺ ഇസ് ഷിഫ്റ്റ് സോ ലോഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ലോഡ് ചെയ്യാനാണ് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്സിലേക്ക് ഡാറ്റ ലോഡ് ചെയ്യാനായിട്ടാണ് ലോഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് അതേപോലെ ഷിഫ്റ്റ് മോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ സീരിയലി ഷിഫ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് എന്ന് പറയുന്ന മോഡ് ഓഫ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത് സോ പിസോ നമ്മളിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് യൂസിങ് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട് ആൻഡ് ഈച്ച് വൺ ഇസ് ഹാവിങ് ക്ലോക്ക് കണക്ട് ചെയ്യണം
ഓക്കെ, സോ ഫസ്റ്റ് വണ്ണിലേക്ക് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഡാറ്റ കൊടുക്കാൻ പറ്റും. B0 എന്ന് പറയുന്നത് ഡയറക്റ്റ് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുകയാണ്. പക്ഷെ ബാക്കിയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ്, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് 2, 3, 4ലേക്ക് നമുക്ക് ഡയറക്റ്റ് ഡാറ്റ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡാറ്റ നമ്മൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, സോ ആ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതേപോലെ ഈ ഷിഫ്റ്റ് ആൻഡ് നമ്മൾ ഇവിടെ ഇപ്പൊ ലോഡ് എടുക്കുന്നത് ആക്റ്റീവ് ലോ ആയിട്ടുള്ള സിഗ്നൽ ആയിട്ടാണ് ലോഡ് എടുക്കുന്നത്. സോ വെൻ ഇറ്റ് ഇസ് 0 ആയിരിക്കും ലോഡ് ചെയ്യാൻ നമ്മുടെ രജിസ്റ്റേഴ്സിലെ ഫ്ലിപ്പ് ഫ്ലോപ്സിലേക്ക് ഡാറ്റ ലോഡ് ചെയ്യുന്നത്. ഇത് ആക്റ്റീവ് ലോ ആയതുകൊണ്ട് തന്നെ 0 കൊടുക്കുമ്പോഴായിരിക്കും അത് ലോഡ് ചെയ്യുന്നത്. അതേപോലെ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഡാറ്റ ഷിഫ്റ്റ് ചെയ്യാൻ, അതായത് സീരിയലി ഷിഫ്റ്റ് ചെയ്യാനായിരിക്കും പോകുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ ബേസിക് ഡയഗ്രം. അതായത് ബേസിക് ഡയഗ്രം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കംപ്ലീറ്റ് അല്ല, ഫ്ലിപ്പ് ഫ്ലോപ്സ് എത്ര ഉണ്ടെന്നുള്ളതും കൊടുക്കുക, ക്ലോക്ക് കാണിക്കുക, ഡാറ്റ പോകുന്നത് കാണിക്കുക. സോ ഓരോ അകത്തുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ്, അതായത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മാത്രമാണ് ഡാറ്റ നമ്മൾ ഡയറക്റ്റ്ലി കൊടുക്കുകയുള്ളൂ. ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും കോമ്പിനേഷൻസ് വഴി ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ പാസ് ചെയ്യുന്നത്. സോ ആ സർക്യൂട്ട് എങ്ങനെയാണെന്ന് കംപ്ലീറ്റ് ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരിക. അത് ഫസ്റ്റ് ബിറ്റ് ഡയറക്ട്ലി പാസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഇതിലേക്ക്, അതായത് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പും തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പും ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും ഡാറ്റ പോകുന്നത് ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ്. അതായത് 2 AND ഗേറ്റും അതിന്റെ റിസൾട്ട് ഒരു OR ഗേറ്റിൽ പാസ് ചെയ്തിട്ടായിരിക്കും ഡാറ്റ കൊടുക്കുന്നത്. നോക്കിയാലോ, ഇപ്പൊ ഫസ്റ്റ് ഗേറ്റ്, അതായത് G4 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഗേറ്റിലേക്ക് ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ഷിഫ്റ്റ് എന്ന് എടുക്കുന്നതാണ്. അതേപോലെ ഈ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടും ആയിരിക്കും. അതേപോലെ G1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഗേറ്റിലേക്ക് ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റയാണ്. ദ അതർ വൺ ഇസ് ലോഡിംഗ് ആണ്. സോ ഡാറ്റ ലോഡ് ചെയ്യേണ്ട കേസ് ഏതാണ്? ഇൻപുട്ട്, അതായത് ഡാറ്റ വരുന്ന സമയത്താണ് ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഗേറ്റ് ആക്ടിവേറ്റ് ആയിരിക്കും. ഷിഫ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? നമ്മുടെ ഔട്ട്പുട്ടിനെയാണ് ഷിഫ്റ്റ് ചെയ്ത് പോകേണ്ടത്. അതുകൊണ്ടാണ് ഈ ഒരു ഗേറ്റിന്റെ ഇൻപുട്ടില് ഔട്ട്പുട്ടും ഷിഫ്റ്റും കൂടി കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് ഇൻഡിവിജ്വലി ഓരോന്നിന്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. സോ ബേസിക്കലി ഉള്ള ഡയഗ്രാം, അതായത് ബേസിക് ആയിട്ടുള്ള കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത് 2 AND ഗേറ്റും ഒരു OR ഗേറ്റും ആയിരിക്കും. സോ അതിന്റെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ സർക്യൂട്ട് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സപ്പോസ് നമ്മൾ ലോഡിംഗ് ആണ് കൊടുക്കുന്നത്, ലോഡ് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ഓക്കെ, ഷിഫ്റ്റ് ബാർ ലോഡ് ആണ്. ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് 0 ആണ്. സോ 0 എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് വി നീഡ് ടു ലോഡ് അവർ ഇൻപുട്ട് ഡാറ്റ. സോ നോട്ട് ഗേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവിടെ ഹൈ ആയിരിക്കും. ദെൻ ഈ ആൻഡ് ഗേറ്റിലേക്ക് ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ Q ആണ്. അപ്പൊ ഇനിഷ്യൽ കേസ് എടുക്കുകയാണെങ്കിൽ Q0 ആണ് ലോഡ് ചെയ്ത് വരുന്നത്. ഈ ഡാറ്റയുടെ എടുക്കുമ്പോഴത്തേക്കും Q0. ദെൻ അത് ഒരു പിൻ എന്ന് പറയുന്നത് ഷിഫ്റ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ആൻഡ് ഗേറ്റിന്റെ ഒരു പിൻ എന്ന് പറയുന്നത് 1, അതായത് ലോഡിന്റെ സിഗ്നലിലേക്കും ഒന്ന് ഡാറ്റയിലേക്കാണ് പോകുന്നത്. സോ അപ്പൊ ഇതിലേത് ഇതായിരിക്കും ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കുന്നത്? ഇതായിരിക്കും വരുന്നത് അല്ലെ. ദാറ്റ് ഇസ് നമുക്ക് ലോഡിലുള്ളത് 1 ആണ്. ഇൻപുട്ടില് B1 ഉണ്ട്. സോ ആൻഡ് ഗേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ, എനി ഇൻപുട്ട് 1 ആണെങ്കിൽ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടും സെയിം ഇത് തന്നെ പാസ് ചെയ്ത് വരും. സോ യു വിൽ ഗെറ്റ് B1. അതേപോലെ ഇവിടെ എന്താ വരുന്നത്? Q0 ഉണ്ട്. ഈ ഷിഫ്റ്റിന്റെ ഇവിടെ 0 ആണ്. സോ 0, എനിത്തിങ് ആൻഡഡ് വിത്ത് 0 മീൻസ് ആൻസർ ഇസ് 0. സോ 0 B1 കൂടി OR ചെയ്താൽ എന്താ കിട്ടുക? നമുക്ക് കിട്ടുന്നത് B1 തന്നെയായിരിക്കും. സോ ദാറ്റ് മീൻസ് നമ്മുടെ ഫസ്റ്റ് ഡാറ്റ എന്ന് പറയുന്ന B1 ഇസ് ലോഡഡ്. ഈ ഗേറ്റ്, അതായത് ഈ കോമ്പിനേഷൻ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് എങ്ങോട്ടാ പാസ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് സൈഡിലേക്കാണ് പാസ് ചെയ്തത്. അപ്പൊ ഈ B1 എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് പാസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഡാറ്റ B1 is now loaded into the second flip flop. സിമിലർലി ഇനി നമ്മൾ എന്താ ലോഡിംഗ് മാറ്റുന്നില്ല, ലോഡിങ്ങിലാണ് നമ്മൾ 0 കൊടുക്കുന്നത്. അതായത് ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ എന്ന് പറയുന്ന സിഗ്നലിന് നമ്മൾ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാം ഓട്ടോമാറ്റിക്കലി അത് ലോഡിങ്ങിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ രജിസ്റ്റേഴ്സിലേക്കും അത് കണ്ടൻസ് ലോഡ്, നമ്മുടെ കൊടുക്കുന്ന ഡാറ്റ ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ
ഫസ്റ്റ് വണ്ണിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആണ് കൊടുത്തത്. സെക്കൻഡിലേക്ക് ഈ ഇവിടെ 0, ഈ സിഗ്നൽ ഷിഫ്റ്റ് ബാർ ലോഡ് ബാർ എന്ന് പറയുന്ന സിഗ്നൽ 0 കൊടുക്കുമ്പോഴത്തേക്കും സെക്കൻഡ് വണ്ണിലേക്ക്, അതായത് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഈ സർക്യൂട്ട് വഴി B1 എന്ന് പറയുന്നത് ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ സെയിം സർക്യൂട്ടിന്റെ റിപ്ലിക്കേഷൻസ് അല്ലേ ഇനി അങ്ങോട്ട് വരുന്നത്. അപ്പൊ അതുവഴി നമുക്ക് എന്ത് വരും, ഈ നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്സിലേക്ക് B2ഉം B3യും ലോഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായാലും നമ്മൾ ഇൻപുട്സ് എല്ലാം ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ട, ഷിഫ്റ്റ് ചെയ്യണം. നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഓരോ ക്ലോക്ക് പൾസ് വരുമ്പോഴത്തേക്ക് അത് ഷിഫ്റ്റ് ചെയ്താണ് പോകേണ്ടത്, അതല്ലേ. പാരലൽ ഇൻ സീരിയൽ ഔട്ട്. അപ്പോൾ ഇൻപുട്ട് നമ്മൾ പാരലലി കൊടുക്കുന്നുണ്ട്, സീരിയലി ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് എടുക്കേണ്ടത്. അപ്പോൾ സീരിയൽ ഔട്ട്പുട്ട് എടുക്കണമെങ്കിൽ എന്താ നോക്കണ്ടേ, നമുക്ക് ഷിഫ്റ്റ് എന്നുള്ള സിഗ്നൽ ആയിരിക്കണം ആക്ടിവേറ്റ് ആയതുകൊണ്ട്. ഷിഫ്റ്റ് എന്ന് പറയുന്ന സിഗ്നൽ ആക്ടിവേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്തായിരിക്കണം, ഇവിടെ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ അത് 1 ആണെങ്കിൽ ഷിഫ്റ്റ് സിഗ്നൽ ആയിരിക്കും ആക്ടിവേറ്റ് ആവുന്നത്, ലോഡിന്റെ അവിടെ 0 ആയിരിക്കും. സോ ലോഡ് 0 ആണെങ്കിൽ എന്ത് പറ്റും, ഇവിടെ ഇനി B1 പാസ് ചെയ്യോ, ഇല്ല, നമ്മുടെ ഡാറ്റ ഇനി പോവില്ല. ആ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതേപോലെ ഷിഫ്റ്റ് ചെയ്യേണ്ടതിന് ഇവിടെ 1 ആണ് വരുന്നത്. സോ 1. അപ്പൊ ഈ ആൻഡ് ഗേറ്റ് എനിത്തിങ് ആൻഡ് വിത്ത് 1 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പാസ് ചെയ്ത് വരുന്നത് Q0. സോ Q0 ആൻഡ് 0 ഓർ ചെയ്താൽ നമുക്ക് വരുന്നത് Q0. അതായത് നമുക്ക് ഇനിഷ്യലി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടായ Q0 ഇപ്പൊ എന്ത് പറ്റി, ഷിഫ്റ്റ് ചെയ്ത് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ സിമിലർലി ബാക്കിയുള്ള ഷിഫ്റ്റ് രജിസ്റ്റേഴ്സും അങ്ങനെ ബാക്കിയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സിലേക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് Q0 ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ്, അതായത് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് എത്തിയ പോലെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടായ Q1 ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് എത്തും. ഓക്കെ, സോ ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ലോഡ് സിഗ്നൽ ആക്ടിവേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഇൻപുട്ട് ലോഡ് ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് വരുന്നത് 1011 എന്നായിരിക്കും. വെൻ ഷിഫ്റ്റ് ഓപ്പറേഷൻ ഇസ് ആക്ടിവേറ്റഡ്, ഷിഫ്റ്റ് ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതെങ്ങനെയാ ഷിഫ്റ്റ് ചെയ്യുക, നമുക്ക് സീരിയലി 1 എന്ന് പറയുന്നത് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് റിസൾട്ടിൽ സീരിയലി നമുക്ക് ആ ലാസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ദ വർക്കിംഗ് ഓഫ് പാരലൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട്. സോ വിത്ത് ദിസ് നമ്മൾ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാണ്. ദ സെയിം എക്സ്പ്ലനേഷൻ തന്നെയാണ് ഒരു എക്സാമ്പിൾ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ വിത്ത് ദിസ് വി ഹാവ് കംപ്ലീറ്റഡ് അവർ 4th മൊഡ്യൂൾ ഓഫ് LCD ലോജിക് സർക്യൂട്ട് ഡിസൈനിന്റെ 4th മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ, അതായത് 5th മൊഡ്യൂളും കൂടി അടുത്ത സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.